Hi guys, once again welcome back to the world of physics learning for SSLC YouTube channel. നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് SSLC ഫിസിക്സിലെ ചാപ്റ്റർ 2 ആയ മാഗ്നറ്റിക് എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് ഗണിത വൈദ്യുത കാന്തിക ഫലം എന്ന ചാപ്റ്ററിൽ നിന്നും ലേണിഫൈൻ്റെ പ്രഡിക്ഷൻ ആണ് ഈ വരുന്ന ഓണം എക്സാമിന് ഉറപ്പായും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾക്ക് കണ്ടുകൊണ്ട് വന്നിട്ടുള്ളത്. സോ നിങ്ങൾ എന്ത് ചെയ്യാം, അത് മാക്സിമം ഫോളോ ചെയ്ത് നോക്കാം. സോ നമ്മൾ കിടക്കുകയാണ്, അതായത് ഇതാണ് ബാർ മാഗ്നറ്റ് വേഴ്സസ് സോളിനോയിഡ് തമ്മിലുള്ള വ്യത്യാസം. 3 മാർക്കിന് ഷുവർ ആയിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ കാണാം. സോ ഞാനിവിടെ കിടക്കുകയാണ്. അപ്പോൾ ബാർ മാഗ്നറ്റ് ആൻഡ് ബാർ മാഗ്നറ്റ് വേഴ്സസ് സോളിനോയിഡ് എന്നതാണ് നമ്മുടെ ടോപ്പിക്കിൻ്റെ പേര്. സോ ഞാൻ ഇവിടെ എടുക്കുകയാണ്. സോ നോക്കാം. ഓക്കെ 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 അപ്പോൾ അതിന് മുമ്പ് നിങ്ങൾക്കൊരു കാര്യം പറയാനുണ്ട്. നിങ്ങൾ നമ്മുടെ കെമിസ്ട്രിയിലെ GAM GMM മോൾ കൺസെപ്റ്റ് എന്ന വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ല എന്നാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. നിങ്ങൾ ആ വീഡിയോ മാക്സിമം നിങ്ങൾ കാണാൻ ശ്രമിക്കട്ടോ. അപ്പോൾ നമ്മൾ അടുത്ത വീട്ടിൽ അപ്പോൾ നമ്മൾ ഇതിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ നമ്മളെ ചാപ്റ്ററിലേക്ക് കിടക്കുകയാണ്. ചാപ്റ്റർ എന്താ? വാട്ട് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ എ ബാർ മാഗ്നറ്റ് ആൻഡ് സോളിനോയിഡ്. 3 മാർക്കിന് ഷുവറായിട്ട് ചോദിക്കും. സോളിനോയിഡും ബാർ മാഗ്നറ്റും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കുകയാണ്. ഇതാണ് ഈ ഒരു ടേബിൾ. അതായത് നിങ്ങൾ ഇത്ര ചെയ്താൽ മതി. ഇപ്പോൾ നമ്മൾ പേപ്പർ കിട്ടിയല്ലോ, നമ്മൾ എക്സാമിൻ്റെ പേപ്പർ, അതായത് ആൻസർ ഷീറ്റ് നമ്മൾ കിട്ടി. സോ 12ാമത്തെ ക്വസ്റ്റ്യനാണ്. ക്വസ്റ്റ്യൻ ഇതായിരുന്നു, എന്താണ് വാട്ട് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ബാർ മാഗ്നറ്റ് ആൻഡ് സോളിനോയിഡ്. സോ നമ്മൾ എന്ത് ചെയ്യുക, നല്ലൊരു അടിപൊളി പേജ് എടുത്ത് 12ാമത്തെ ക്വസ്റ്റ്യൻ എന്നതിന് ശേഷം നല്ല സെൻറ്ററിലൊരു വരാം, അതേപോലെ ഒരു ടേബിൾ പോലെ നമ്മുടെ വയ്ക്കുക. എന്നിട്ട് മുകളിൽ ബാർ മാഗ്നറ്റ്, തൊട്ടപ്പുറത്ത് സോളിനോയിഡ് എന്ന് എഴുതാം. ശേഷം എന്ത് ചെയ്യുക, അതിൻ്റെ അടിയിൽ നമ്മൾ ബാർ മാഗ്നറ്റിനെ എടുക്കുക. ബാർ മാഗ്നറ്റ് എന്താണ്? പെർമനൻറ്റ് മാഗ്നറ്റ് ആണ്. അവർ സ്ഥിരമായിട്ടുള്ള കാന്തമാണല്ലേ. ബാർ മാഗ്നറ്റ് എന്നാൽ പെർമനൻറ്റ് മാഗ്നറ്റ് ആണ്. അതേപോലെ അതിന് പോൾസ് നോർത്ത് സൗത്ത് ഫിക്സ്ഡ് ആണ്. അല്ലാണ്ട് ഇപ്പോൾ ഇവിടെ വീഡിയോ എടുക്കുന്ന ഈ സ്റ്റുഡിയോയിൽ നിന്ന് ഞാൻ നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുവച്ചാൽ ആ ബാർ മാഗ്നറ്റിന് നോർത്തും സൗത്തും മാറില്ല. എന്നാൽ പൊസിഷൻ ഫിക്സ്ഡ് ആയിട്ടാണ് എന്ത് ചെയ്യുക, ബാർ മാഗ്നറ്റിന് പോൾസ് ഉള്ളത്. അതേപോലെ കഴിഞ്ഞിട്ടില്ല, സ്ട്രെങ്ത് ഫിക്സ്ഡ് ആണ്. അതായത് ഇവിടെ ഞാൻ നോക്കുമ്പോൾ അതിൻ്റെ സ്ട്രെങ്ത് ഏകദേശം നല്ലൊരു 100% ഉണ്ട്. പക്ഷേ നിങ്ങളുടെ വരെ കൊണ്ട് നോക്കുമ്പോൾ 99% ഇല്ല, ആവില്ല. അപ്പോൾ എന്താ, ഇതിൻ്റെ കറക്റ്റ് ബാർ മാഗ്നറ്റിൻ്റെ സ്ട്രെങ്ത് എന്താണ്? ഫിക്സ്ഡ് ആണ്. അപ്പോൾ ഇതാണ് ഇവിടെ ഇത്ര ചെയ്ത് നമുക്ക് 2 മാർക്കാണ് ഇവിടെ കിട്ടുക. ഓക്കെ, 2 മാർക്ക് കിട്ടൂല, 1.5 മാർക്കാണ്. 3 മാർക്കിനാണ് 1.5 മാർക്കാണ് കിട്ടുക. സോ ഓക്കെ, അപ്പോൾ പെർമനൻറ്റ് മാഗ്നറ്റ് ആണ്, പോൾസ് ഫിക്സ്ഡ് ആണ്, അതേപോലെ പിന്നെ എന്തായിരുന്നു, സ്ട്രെങ്ത്തും ഫിക്സ്ഡ് ആണ് എന്ന് നമ്മൾ പറഞ്ഞു. ഇനി അടുത്തത് ടെമ്പ്, അതായത് സോളിനോട് എന്താ, ടെമ്പററി മാഗ്നറ്റ് ആണ്. അതായത് നമ്മൾ അതിലേക്ക് കറണ്ട് കൊടുത്താൽ മാത്രമേ എന്ത് ചെയ്യൂ, അതൊരു മാഗ്നറ്റായി മാറുകയുള്ളൂ അല്ലേ. എന്താ, അതിലേക്ക് ഒരു ടെമ്പററി മാഗ്നറ്റ് ആണ്. അതായത് ഒരു സ്ഥിരകാന്തമല്ല, അത് താൽക്കാലിക കാന്തമാണ്. നമ്മൾ അതിലേക്ക് കറണ്ട് കൊടുത്താലാണ് എന്ത് ചെയ്യുക, അത് മാഗ്നറ്റ് ആകുക. പിന്നെ പോൾസ് ചേഞ്ച് ആണ്. അത് ഞാൻ ഇവിടുന്ന് ഇപ്പോൾ പോസിറ്റീവ് ടെർമിനൽ എന്താണ്, A to B യിലേക്കാണ് പോസിറ്റീവ് നെഗറ്റീവ് കണക്ട് ചെയ്തിട്ടുള്ളത്. പക്ഷേ നിങ്ങൾ വരെ കൊണ്ടുപോയിട്ട് എന്താ, ബിയിൽ നിന്ന് എയിലേക്ക് പോസിറ്റീവ് ടെർമിനലും നെഗറ്റീവ് ടെർമിനലും മാറ്റി എന്ത് സംഭവിക്കും, അതെന്ത് സംഭവിക്കും, അത്രയേ ഉള്ളൂ. എന്താ, പോൾസ് ചേഞ്ച് ആകും എന്നതാണ്. പിന്നെ ഇതിൻ്റെ സ്ട്രെങ്ത്, അപ്പോൾ നമ്മളൊരു തത്തത്താനുള്ള ഒരു ആ വീഡിയോ നമ്മൾ വരും. സോ അതായത് എന്ത് ചെയ്യുക, ചുറ്റുകളുടെ എണ്ണം, അതേപോലെ പച്ചിരുമ്പ് യൂസ് ചെയ്യാം. പിന്നെ എന്തായിരുന്നു, പച്ചിരുമ്പ് അങ്ങനെ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് സ്ട്രെങ്ത് മാറ്റാൻ പറ്റുള്ളത്. മറ്റേതാ, ബാർ മാഗ്നറ്റിൽ എന്തായാലും പൊസിഷൻ അല്ല, ബാർ മാഗ്നറ്റിൽ അതിൻ്റെ സ്ട്രെങ്ത് ഫിക്സ്ഡ് ആയിരുന്നു, ഇതിൽ അതിൻ്റെ സ്ട്രെങ്ത് ഫിക്സ്ഡ് അല്ല. സോ ഈ ഒരു ടേബിൾ പഠിച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഷുവറായിട്ടും എത്ര മാർക്ക് യൂസ് ചെയ്യാം, 3 മാർക്ക് ഇവിടെ 3 മാർക്ക് ഇവിടെ സ്കോർ ചെയ്യാൻ സാധിക്കും. സോ എന്ത് ചെയ്യുക, ഈ ഒരു കൺസെപ്റ്റ് മാത്രം പഠിച്ചു വെച്ച് എക്സാമിന് പോയാൽ നിങ്ങൾക്ക് 3 മാർക്ക് ഷുവറായിട്ട് കിട്ടും. ഒന്നുകൂടി പറയുന്നു, എന്താണ് നമ്മുടെ GAM മോൾ കൺസെപ്റ്റ് എന്ന വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ല എങ്കിൽ ഉറപ്പായും കാണാൻ ശ്രദ്ധിക്കണം. അതേപോലെ ഇതാണ് ഈ വീഡിയോ. സോ നിങ്ങൾ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ ബൈ.